പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ചർച്ച നടന്നിട്ടുണ്ട്. ആ വിഭാഗം ആരോട് ആഭിമുഖ്യം കാട്ടുന്നുണ്ടാകുമെന്നാണ് അങ്ങ് പരിഗണിക്കുന്നത്, അങ്ങ് പ്രാഥമികമായി വിലയിരുത്തുന്നത്? ശ്രീ ചെക്കുട്ടി, അങ്ങ് സൂചിപ്പിച്ച വിഭാഗങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, അവർ ആരോട് ആഭിമുഖ്യം കാട്ടുന്നു, ഒരു നിശ്ചയദാർഢ്യത്തോടെ ആർക്കൊപ്പം അണിനിരക്കാമെന്ന് ചിന്തിക്കുന്നു എന്നാണ് അങ്ങയുടെ ഒരു ബോധ്യം? എൻ്റെ തോന്നൽ, ഇപ്പോൾ വയനാട്ടിലെ വയനാട്ടിലെ ഒരു സിറ്റുവേഷൻ നോക്കുകയായിരുന്നു. വയനാട്ടിലെ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ആവേശത്തോടു കൂടി തന്നെ ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് സുനീറിന് വേണ്ടിയിട്ടാവാനിടയില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. അതുപോലെ വെള്ളാപ്പള്ളിയെ കണ്ടിട്ടും ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യുമെന്ന് തോന്നില്ല. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് UDFന് അനുകൂലമായിട്ട്, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റം മലബാർ ഭാഗത്തെങ്കിലും വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് വൻതോതിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടമായിട്ട് മാറുമോ അല്ല, എത്ര സീറ്റുകൾ ജയിക്കുമെന്ന് എനിക്ക് പറയാനില്ല, പക്ഷേ അത് വളരെ കൃത്യമാണ്. UDF വളരെ മുമ്പിലാണ് ഇവിടെ. ശരി, അങ്ങനെയൊക്കെ ഞാൻ വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, 2016 ത്രികോണ മത്സരം എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ അഭിമുഖീകരിച്ചു. അതിൽ നിങ്ങൾക്കാണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടായത്. നിങ്ങളുടെ പരമ്പരാഗത ന്യൂനപക്ഷ അതുപോലെ തന്നെ ഭൂരിപക്ഷ മതേതര വോട്ടുകളും നിങ്ങളിൽ നിന്ന് കൈമോശം വന്നു. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെയും പ്രതിപക്ഷ നേതാവ് എന്ന് യോജിച്ചതുപോലെയും നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കൂട്ടരല്ല BJP. നിങ്ങളെ ക്ഷീണിപ്പിച്ച കൂട്ടരാണ് 2016 നിങ്ങളുടെ അനുഭവം, അത് യാഥാർത്ഥ്യം ആണ്. മറ്റൊരു കാര്യം, ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ രൂപത്തിൽ വോട്ട് മെച്ചപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അങ്ങനെ കാര്യമായ വോട്ട് വർദ്ധിപ്പിച്ച ചില സ്ഥലങ്ങളാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും 4 സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന വിലയിരുത്തൽ വരുന്നത്. തിരുവനന്തപുരമായാലും ഈ പറയുന്ന തൃശ്ശൂരായാലും പാലക്കാടായാലും ഈ പത്തനംതിട്ടയിലായാലും ഒക്കെ ഇങ്ങനെ ഒരു ശക്തമായ ത്രികോണ മത്സരം പറയുകയാണ്. അപ്പോൾ ത്രികോണ മത്സരമുണ്ട് എന്ന സത്യത്തെ നിങ്ങൾ അംഗീകരിക്കാൻ എന്തുകൊണ്ട് മടി കാണിക്കുന്നു? പ്രത്യേകിച്ചും നിങ്ങൾക്ക് തന്നെ അതിന് മുൻപ് കൈ പൊള്ളിയിട്ടുള്ളത് കൊണ്ട്. രണ്ടാമത്, അന്ന് പൊള്ളിയെങ്കിൽ ഇന്ന് അത് പരിഹരിക്കപ്പെടും എന്ന് കരുതുന്ന വിശ്വാസം എവിടെ നിന്ന് നിങ്ങൾക്ക് വരുന്നതാണ്? 2016 ഞങ്ങൾക്ക് കൈപൊള്ളി എന്നാണ്. അസംബ്ലി ഇലക്ഷൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഹിന്ദു അല്ലെങ്കിൽ BJPയിലേക്ക് വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, അത് എല്ലാ കൂട്ടത്തിൽ നിന്നും പോയിട്ടുണ്ട്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 2 വർഷക്കാലം ഒരു നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രാജ്യമെമ്പാടും തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. BJPയും RSSും അവരുടെ ഒരു സംഘടനാ ശേഷി കൊണ്ട് അത് പരമാവധി കേരളത്തിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ അതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു. 2 കൂട്ടത്തിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് കേരളത്തിൽ വളരെ തന്ത്രപരമായ ഒരു പ്രചരണം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് ബീഫ് പോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അതൊക്കെ ബീഫ് ഫെസ്റ്റൊക്കെ മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ ഫെസ്റ്റൊക്കെ നടത്തി സമാനമായ ആശങ്കകൾ ഇത്തവണയും ഉണ്ടായല്ലോ സാർ. അന്നും നിങ്ങൾ നിർവീര്യമായിരുന്നു, ഇപ്പോഴും നിങ്ങൾ നിർവീര്യമായിരുന്നെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന എന്ത് സാഹചര്യമാണ് പുതുതായി വന്നത്? അങ്ങനെ ഒരു ക്യാമ്പയിനൊക്കെ നടത്തി അവരന്ന് കുറച്ച് ഞങ്ങൾക്കൊപ്പം നിന്നിരുന്ന അല്ല ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്ന കുറച്ച് വോട്ടുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തു. നിങ്ങൾ അവർക്കൊപ്പം നിൽക്കാതിരുന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്കുണ്ട്. അവർ നിങ്ങൾക്കൊപ്പം നിൽക്കുകയായിരുന്നു, നിങ്ങൾ അവർക്കൊപ്പം നിന്നില്ല എന്ന ബോധ്യത്തിൽ നിന്നല്ലേ ഞങ്ങൾക്കൊപ്പം നിൽക്കാതിരുന്നുകൊണ്ടല്ല, നിന്നില്ല എന്നും അല്ലെങ്കിൽ ഞങ്ങളാണ് അതിനൊക്കെ മിടുക്കരെന്നുള്ളൊരു പ്രചരണം കൊടുക്കാൻ. അങ്ങനെയെങ്കിൽ അതിശക്തമായി അവർക്ക് അത് ഇത്തവണയും ചെയ്യാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വന്നിറങ്ങിയതിന്റെ അജണ്ട മാറ്റിയതിനു ശേഷം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ പ്രതിരോധം നിങ്ങളുടെ നാവിൽ നിന്നും നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നുമല്ല വന്നത്, CPMന്റെ നേതൃത്വത്തിൽ നിന്നാണ്. CPM എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? ഈ രാജ്യത്ത് BJPക്കെതിരായിട്ട് പോരാടുന്നത് ഒറ്റയാളാണ്. രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് രാജ്യത്തെമ്പാടും BJPക്കെതിരെ. അത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും, അത് UPയിലാണെങ്കിലും മധ്യപ്രദേശാണെങ്കിലും ഛത്തീസ്ഗഡാണെങ്കിലും രാജസ്ഥാനാണെങ്കിലും എവിടാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾക്കെതിരെ പിണറായി വിജയൻ 6 സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത്, 100 സീറ്റോളം. ഇതാണ് അവരുടെ കണക്ക്. അപ്പോൾ രാജ്യത്ത് എമ്പാടും
ഈ പറയുന്ന നരേന്ദ്രമോദിയെ എതിർക്കുന്ന ഒരേ ഒരു പാർട്ടിയും ഒരേ ഒരു നേതാവും എന്നത് തെരഞ്ഞെടുപ്പ് കണക്കുമായി യോജിച്ചു പോകുന്നില്ല. BJPക്കെതിരെ, സംഘപരിവാറിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, ഈ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഇമേജ് ഒരു പരിധി വരെയെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് ഇവിടെ ശ്രീ ചെക്കുട്ടി പറയുന്നത് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം മലബാറിലെങ്കിലും ന്യൂനപക്ഷം അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ഹിന്ദു പോലെ ഒരു പ്രധാനപ്പെട്ട പത്രം കഴിഞ്ഞ ദിവസം എഴുതിയത് പുവർ ലീഡർഷിപ്പ് കേരളത്തിൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഇതൊന്നും നിങ്ങളെ സംബന്ധിച്ച് ന്യൂനപക്ഷത്തിന് നിങ്ങളോട് വിശ്വാസമില്ല, പുവർ ലീഡർഷിപ്പ്. ഇപ്പോ രാഹുൽ ഗാന്ധി വന്നപ്പോ ന്യൂനപക്ഷത്തിന് കോൺഗ്രസിനല്ല രാഹുലിന് വോട്ട് കൊടുക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കല്ല രാഹുൽ എന്ന നേതാവിന് വോട്ട് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ് തീരാൻ എനിക്ക് സമയം തന്നില്ല എങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന പോയിന്റ് നിങ്ങൾ വേറെ രീതിയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ പറയാനൊരു അല്പസമയം എനിക്ക് തരൂ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. അത് സദാം ഹുസൈൻ്റെ ഗൾഫ് യുദ്ധകാലം മുതൽ, ഇവിടെ അച്ചാർ കമ്മിറ്റിയുടെ കാലം മുതൽ, അതുപോലെ തന്നെ ഇവിടെ മണ്ഡൽ കമ്മീഷൻ വന്ന കാലഘട്ടം മുതൽ ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും വളരെ തന്ത്രപരമായിട്ട് ഒരാത്മാർത്ഥതയുമില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷം പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ്. അവരുടെ ചില കേഡറൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു തന്ത്രമാണ്. ആ തന്ത്രമൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നവരുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ തന്ത്രമൊന്നും ഈ മണ്ണിൽ ചെലവായില്ല. ശബരിമല പ്രശ്നം എന്തുകൊണ്ട് പിണറായി വിജയന് ലിംഗനീതി നടപ്പിലാക്കാനുള്ള ആവേശം കൊണ്ടാണോ ശബരിമലയിൽ ഈ പ്രശ്നമുണ്ടാക്കിയത്? എല്ലാവരും സർവകക്ഷി യോഗത്തിൽ എല്ലാവരും പറഞ്ഞതാണ്. സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷൻ എടുത്തു. എത്രയോ സമയങ്ങളിൽ സർക്കാരിന് ആ രംഗത്ത് നിന്ന് മാറാനും വളരെ മാന്യമായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കാനും ആ സമരം അത് അവസാനിപ്പിക്കാനുള്ള അവസരം കിട്ടിയതാ. നിന്നോ? എന്തായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം? എന്തായിരുന്നു? BJPയെ പരമാവധി വളർത്തുക എന്നുള്ളതാണ്. ഒരു വോട്ടെങ്കിലും കേരളത്തിൽ BJPക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ ഉത്തരവാദിയേ ഉള്ളൂ, ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും. വേറെ ആർക്കും ഉത്തരവാദിത്തമില്ല, യാതൊരു സംശയമില്ല. പത്തനംതിട്ട നടക്കുന്നുവെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. പത്തനംതിട്ട എന്ന് പറയുന്ന സീറ്റിൽ ഇന്ന് ത്രികോണ മത്സരം നടക്കുന്നെങ്കിൽ അതിന് ഉത്തരവാദിത്വം പിണറായി വിജയനും മാത്രമാണ്. പിണറായി വിജയന് ഇല്ലാത്ത ഒരു ഹിന്ദു സംരക്ഷകനായി സുരേന്ദ്രനെ ഉയർത്തി കാണിക്കാനും ഈ രാജ്യത്തുള്ള 150 കേസുകളും കൊടുത്ത് ഒരു ഹീറോയാക്കി മാറ്റി ഒരു വിഷയം അവർക്ക് ഇട്ടുകൊടുത്ത് ഇന്ന് അവിടെ ത്രികോണ മത്സരം വന്നതിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമാണ്. ഈവൻ തിരുവനന്തപുരത്ത് പോലും. അത് കഴിഞ്ഞിട്ട് ഇതാകാം ഇന്നിപ്പോ രാവിലെ ഇന്നിറക്കിയ സ്റ്റേറ്റ്മെന്റ് എന്തിനാണെന്ന് അറിയാമോ? ഈ തിരുവനന്തപുരത്തും ഈ പത്തനംതിട്ടയിലും വളരെ ദയനീയമായിട്ട് 3ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം പോകുമ്പോൾ അപ്പോൾ ഒരു മാറ്റം, ഒരു തിരിച്ചൊരു മാറ്റം ഉണ്ടായത് UDFനെ സഹായിക്കുമോ എന്നൊരു സംശയം അദ്ദേഹത്തിന് തോന്നി. ആ ഒരു കാരണവശാലും UDFനെ സഹായിക്കരുത്, അവിടെ BJP ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തോട് സ്നേഹമുള്ള ആളല്ല, ഒരു സംഘപരിവാറിനോട് എതിരുള്ള ആളല്ല. നരേന്ദ്രമോദിയുടെ അഴിമതിക്കെതിരെ ഇന്നേ വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ലാത്ത ലാവ്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം ഇപ്പൊ അതിനെതിരെ ഒരു വാക്ക് പറഞ്ഞത്. ശരി ശ്രീ വാഴക്കൻ, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് മറ്റൊരു കൂടി പോകേണ്ടതുണ്ട്. ഒരു ഇടവേളയിലേക്ക് പോകുന്നു, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈമിന്റെ ചർച്ച തുടരുന്നു. ശ്രീ കൃഷ്ണദാസ്, ശ്രീ വാഴക്കിനുള്ള മറുപടി. ത്രികോണ മത്സരം പിണറായി വിജയന്റെ സംഭാവനയാണെന്നാണ് പറയുന്നത്. അതിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവരുടെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ സെക്യുലറിസത്തിനെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളിയെ തടയുന്നതിൽ വരുത്തുന്ന കുറ്റകരമായിട്ടുള്ള വീഴ്ച, സ്വന്തം കഴിവുകേടിൻ്റെയും ഈ കാര്യത്തിലുള്ള ആത്മാർത്ഥത ഇല്ലായ്മയുടെയും അപകർഷതാബോധം അവരെ എങ്ങനെ ചിന്തിപ്പിക്കുകയായിരുന്നു? ആരാ ഇവരെ തടഞ്ഞത്? ഇവരെ ആരെങ്കിലും തടഞ്ഞിരുന്നോ? ഉത്തരേന്ത്യയിൽ പശുക്കടത്തിൻ്റെ പേരിൽ ആളുകളെ കൊന്നപ്പോൾ, ബീഫ് ഇറച്ചി വെച്ച് കഴിച്ചതിൻ്റെ പേരിൽ ആളുകളെ കൊന്നപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് ആരെങ്കിലും ഇവരെ തടഞ്ഞിരുന്നോ? അപ്പോൾ ഒന്നും ഇവരെ ആരും തടഞ്ഞിട്ടില്ല. ഇവരെന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഇവരെ ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ അവരത് ഏറ്റെടുക്കാതെ വേറെ ആരെങ്കിലും ഏറ്റെടുക്കുമ്പോൾ അവർ നിങ്ങൾ ഈ പറയുന്നത് മറ്റുള്ളവർ ഇത് ദുരുപയോഗം ചെയ്തു എന്നാണ്. നിങ്ങൾക്കിത് സദുപയോഗത്തിന് എന്തുകൊണ്ട് വിധേയമാക്കാൻ കഴിഞ്ഞില്ല ശ്രീ വാഴക്കൻ? നിങ്ങൾ ചെയ്യുകയുമില്ല, ചെയ്യുന്നവർ ദുരുപയോഗം ചെയ്തു. ഇവർ ഈ പ്രശ്നങ്ങളുണ്ടായ ഉത്തരേന്ത്യയിൽ ഇവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ.
ഈ പ്രശ്നങ്ങളുണ്ടായ അല്ല, ഒരു സ്ഥലത്ത് ഇവര് പോയില്ല. ഇവര് വേണു, കേരളത്തിൽ വേണു, വന്നിട്ട് ഒറ്റ കാര്യം. ഇവിടെ വന്ന് വേണു, പാവപ്പെട്ട ആളുകളെ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടുകൾ വേണു, എന്നോടല്ല നടത്തിയിട്ടുള്ളൂ. വേറെ എവിടെ ചോദിച്ചത്. നടത്തി ശരി, ശ്രീ പറയുന്നത്? കൃഷ്ണദാസ്, എല്ലാവർക്കും അനന്തമായ വേണു, സമയമുള്ള ഒരു എന്നോടല്ല ചർച്ചയല്ല ഇത്. വേണു. നിങ്ങൾക്കൊരു വാദമുള്ളപ്പോൾ ഒരു അവസരത്തിനനുസരിച്ച് ഉയർന്ന് അതിൽ അല്ല, ഇടപെടുക, വേണു, എന്നോട് പ്രതികരിക്കുക. ചോദിക്കുക. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞു. എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ അയാളെ ഇടയ്ക്ക് വരുമ്പോ നിങ്ങൾ ഇതിനെ തടസ്സം ഉണ്ടാക്കുന്നത്. അല്ല ശ്രീ കൃഷ്ണദാസ്, ആർക്കും അനന്തമായ സമയമില്ല. എനിക്ക് അനുഭവിച്ച സമയമില്ല. നിങ്ങൾക്കൊരു വാദമുണ്ടെങ്കിൽ അത് ആ വാദം ഏത് ഘട്ടത്തിലും അവതരിപ്പിക്കാം. റെക്കോർഡ് ചെയ്തതുപോലെയുള്ള പ്രഭാഷണം നടക്കില്ല. ശരി 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 അങ്ങനെ അല്ല അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കൈകാര്യം ചെയ്തോളാം. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ശരി, ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചിരുന്നു അങ്ങേ, വേറൊരാൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങേ ഓർപ്പിച്ചിരുന്നു ഇടപെടാൻ. ഇല്ല ഞാൻ ഇനി കൈകാര്യം ചെയ്തോളാം. ശരി, ശരി, പറഞ്ഞോളൂ. ചെയ്തോളാം. അതായത് ഈ ജോസഫ് വാഴക്കന്റെ പാർട്ടി എവിടെയായിരുന്നു? അവരുടെ സ്വന്തം കഴിവുകേട്, ആ അപകർഷതാബോധം, അതാണ് അവരെ കൊണ്ട് ഇങ്ങനെ വിലാപം നടത്തി. ഇതൊരു വിലാപമാണ്. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, വേറെ ആരും ചെയ്യാൻ പാടില്ല. നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഈ രാജ്യത്ത് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ശബരിമല പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. രാജ്യത്ത് 29 സംസ്ഥാനങ്ങൾ BJP ഭരിക്കുമ്പോ 3 അവരെ അധികാരഭ്രഷ്ടമാക്കിയ രാഷ്ട്രീയ പാർട്ടി ആരാണ്? ശ്രീ കൃഷ്ണദാസ്, രാജ്യത്ത് 29 സംസ്ഥാനങ്ങൾ BJP ഭരിക്കുമ്പോ 3 അതിനെ തൂത്തെറിഞ്ഞത് ആരാണ്? കോൺഗ്രസ് എവിടെ? അവകാശപ്പെടുന്നില്ലല്ലോ അത്രയും സംസ്ഥാനത്തുണ്ടെന്ന്. അവർ 4-5 സംസ്ഥാനത്തെ ഭരിക്കുന്നുള്ളൂ ഒറ്റയ്ക്ക്. ബാക്കിയുള്ളവരൊക്കെ ഓരോ കക്ഷികളെ കൂട്ടുപിടിക്കാൻ ഭരിക്കുന്നത്. ബിജെപിക്കെതിരെ പൊരുതുന്ന നിങ്ങൾ ബിജെപിക്കെതിരെ പോരാടുന്ന ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് BJPക്കെതിരായി മായാവതി, അഖിലേഷ് യാദവിന്റെ മുന്നണിയിൽ നിങ്ങൾ ചേരാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കെജ്രിവാളുമായിട്ട് മുന്നണി ഉണ്ടാക്കാത്തത്? നിങ്ങൾ അവിടെയൊക്കെ BJP ജയിപ്പിക്കുകയാണ്, വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്. 80 MP ജയിച്ച് BJPയെ നിങ്ങൾ ജയിപ്പിച്ച സ്ഥലമാണ് ഉത്തർപ്രദേശ്. 73 MP നിങ്ങളാ ജയിപ്പിച്ചത്. നിങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് BJP അങ്ങ് പറയുകയുണ്ടായി, അങ്ങ് പറയുകയുണ്ടായി ന്യൂനപക്ഷത്തിന്റെ ഒരു ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി സംഭവിക്കുന്നു. ഒന്നും ചെയ്യാതെ ഇരുന്നൊരു കാലത്ത് അതിൻ്റെ നേട്ടം ഇടതുപക്ഷം കൊണ്ടുപോയി എന്നിപ്പോൾ ശ്രീ വാഴക്കൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ പുതുതായി അവരെന്ത് ചെയ്തു? എന്ത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ചെക്കുട്ടി അങ്ങ് വിലയിരുത്തുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷം അങ്ങോട്ടേക്ക് പോകും എന്ന്? അവരൊന്നും ചെയ്തില്ല. പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നത് വളരെ ക്ലിയർ കട്ടായിരുന്നു. രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് വന്ന് നടത്തിയ പ്രസംഗങ്ങൾ 2 തവണ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടു. ആ മീറ്റിങ്ങുകൾ ഇപ്പോൾ കാലിക്കറ്റ് ബീച്ചിലും വയനാട്ടിലും നടത്തിയ 2 പ്രസംഗങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സമ്മേളനങ്ങളിൽ ഉണ്ടായ ന്യൂനപക്ഷങ്ങളുടെ ശക്തമായിട്ടുള്ള ഒഴുക്ക്, ഞാൻ ആ ഒഴുക്ക് നേരിട്ട് കണ്ടതാണ്. ആ ഒഴുക്കിന് കാരണമായ സാഹചര്യങ്ങൾ എന്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ സ്പെസിഫിക് ആയിരുന്നു. രാഹുലിന്റെ ന്യൂനപക്ഷാഭിമുഖ്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് 2016 ആ കാര്യത്തിൽ നിസ്സംഗത പുലർത്തി? എന്തുകൊണ്ട് 2019 അതേ നിസ്സംഗത അവർ പുലർത്തി? എന്തുകൊണ്ടാണ് കെജ്രിവാളിന്റെ മുന്നണിയിൽ മായാവതി അഖിലേന്ത്യാ ഇവിടെ വന്നിട്ടില്ലല്ലോ, കോഴിക്കോട്ട് വന്നിട്ടില്ലല്ലോ. കോഴിക്കോട്ട് വന്ന നേതാക്കളുടെ കാര്യം ഞാൻ പറയുന്നു, മലബാറിൽ വന്ന നേതാക്കളുടെ കാര്യം, അഖിലേന്ത്യാ നേതാക്കൾ അവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെയുള്ള കാര്യം പറയൂ. മലബാറിൽ വന്നത് ദേശീയ നേതാക്കളിൽ ഏറ്റവും ശക്തമായി നിലപാടെടുത്ത് പറഞ്ഞത് രാഹുൽ ഗാന്ധി തന്നെയാണ്. എല്ലാവരും ശരി 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 ശ്രീ എൻ ശംസുദ്ദീൻ എം എൽ എ അങ്ങ് പ്രതിനിധീകരിക്കുന്നത് ഒരു നിമിഷം എൻ ശംസുദ്ദീൻ എം എൽ എ അങ്ങ് പ്രതിനിധീകരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തന്നെയാണ്. ഒരു MLA എന്ന നിലയിലാണ് ജനപ്രതിനിധിയാണ്, ഞാൻ അതിനെ വില കുറച്ച് കാണുകയല്ല. ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആശങ്കയെ നന്നായി നേരിടുന്ന, അത് സ്വയവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കളെ സംബന്ധിച്ച് എന്താണ് അനുഭവം? കോൺഗ്രസ് ഇത്തരം വിഷയങ്ങൾ ശക്തമായി ഏറ്റെടുക്കുന്നുണ്ടോ? ഇത്തരം വിഷയങ്ങൾ ശക്തമായി ഏറ്റെടുക്കാത്തതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിട്ടില്ലേ?
ഇപ്പോൾ ശ്രീ വാഴക്കൻ പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്ന്. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അവരെല്ലാ കാലവും ഇങ്ങനെ വിധേയത്വത്തോടെ നിന്നുകൊള്ളണം എന്ന സമീപനമാണ് ആ തെറ്റിദ്ധരിപ്പിച്ചു അവരെ. അല്ലല്ല ശരി, ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിപ്പിച്ചു. ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിച്ചോ ശ്രീ എൻ ശംസുദ്ദീൻ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ റോൾ എന്താണ്? നിങ്ങളുടെ പാർട്ടിയുടെ റോൾ എന്താണ് ശ്രീ ശംസുദ്ദീൻ? അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ ഈ വിഷയത്തിൽ ഉണ്ടാക്കുന്ന തർക്കത്തിന്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്, ഇവിടെ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്, കഴിഞ്ഞ 5 വർഷക്കാലമാണ് ഈ ബീഫ് ഇഷ്യൂ ആയാലും അതുപോലുള്ള മറ്റ് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അതിക്രമങ്ങളും ഏറ്റവും എന്റെ ചോദ്യം ശ്രീ ശംസുദ്ദീൻ, ഈ പഴങ്കഥ പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ബീഫ് ഫെസ്റ്റ് CPM സംഘടിപ്പിച്ച കാലത്ത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ലീഗിനത് കഴിയില്ല. ലീഗിനത് കഴിയില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? കോൺഗ്രസിനത് കഴിയുമെന്നാണ്. ശ്രീ വാഴക്കന്റെ പാർട്ടിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല ശ്രീ ശംസുദ്ദീൻ? ലീഗിന് പരിമിതി ഉണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗിന് പരിമിതിയുണ്ട്. ഞാൻ പറയട്ടെ, ലീഗിന് പരിമിതി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ ഈ ചർച്ചയെ ഞങ്ങൾക്ക് ഒരു പരിമിതിയില്ല. ഇവിടെ ശ്രീ കൃഷ്ണദാസ് വെറുതെ ബഹളം വെക്കാണ്. നമ്മൾ ഈ ചർച്ചയിൽ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നു? ന്യൂനപക്ഷങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയമായ വിവേകമുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയും സംഘപരിവാറും അധികാരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നതാണ്. UDF-ൽ നിന്ന് പ്രതിരോധം സൃഷ്ടിക്കുന്നതാണ്. കൃഷ്ണദാസ് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നെ ഇതൊന്നും പറയാൻ അനുവദിക്കൂ. ഇവിടെ ചുമ്മാ കുറച്ച് കച്ചവടമായിട്ട് കുറച്ച് പേരുണ്ടെന്നുള്ളതല്ല. ഞാൻ പറയട്ടെ, ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. വേണു എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നതിനിടയിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഈ കാപട്യം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ കാപട്യം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി എന്താണ്? കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഞാൻ പറയട്ടെ കൃഷ്ണദാസ്, നിങ്ങളോടല്ല ചോദ്യം. ഒരു സെക്കൻഡ് ശ്രീ കൃഷ്ണദാസ്, അല്ല അങ്ങയുടെ പാർട്ടിക്കെതിരെ വരുന്ന വിമർശനം അങ്ങ് കേൾക്കൂ, അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ പറ്റില്ല. ശരി ശ്രീ കൃഷ്ണദാസ്, ശംസുദ്ദീൻ പറയുന്നത് കേൾക്കൂ. ശംസുദ്ദീൻ പറയുന്നത് കേൾക്കൂ ശ്രീ കൃഷ്ണദാസ്. അത് ശരിയല്ല, കൃഷ്ണദാസ് ശരിയല്ല. നിങ്ങളൊരു സീനിയർ മെമ്പറാണ്. നിങ്ങള് അല്ല ഇങ്ങനെ ബഹളം വെക്കല്ലേന്ന്. ഇത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മീറ്റിംഗ് അല്ല. ഇത് നമ്മളൊരു ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യാണ്. ശരി ഒരു സെക്കൻഡ് ശ്രീ ശംസുദ്ദീൻ. ശ്രീ കൃഷ്ണദാസ് രണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചതിന് ശ്രീ കൃഷ്ണദാസ് രണ്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ശ്രീ കൃഷ്ണദാസ് രണ്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ഒന്ന് അല്ല ശ്രീ കൃഷ്ണദാസ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഈ ബീഫിന്റെ കാര്യം, രണ്ട് മുത്തലാഖിന്റെ കാര്യം. അതിന് ശ്രീ ശംസുദ്ദീൻ മറുപടി പറയട്ടെ. അതിന് അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ കൃഷ്ണദാസ് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയട്ടെ സർ. യെസ്, മറുപടി പറ. ഇങ്ങനെ ഓരോ മിനിറ്റിലും നിങ്ങൾ പുട്ടിന് തേങ്ങണ്ണമാര് കമന്റ് പറയേണ്ട, അടങ്ങിയിരിക്കേ. ഞാൻ പറയാം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിലുള്ള ആശങ്ക എന്താണ്? നരേന്ദ്രമോദി ഗവൺമെന്റ് വരാതിരിക്കണം. അത് ആ ഗവൺമെന്റ് വരാതിരിക്കാൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് അതിന് കെൽപ്പുള്ള ഒരു മുന്നണി എന്ന് പറയുന്നത് രാഹുലിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. നരേന്ദ്രമോദിയോട് ഇഞ്ചോടിഞ്ച് പൊരുതുന്നത് രാഹുൽ ഗാന്ധിയും ഇടതുപക്ഷങ്ങൾ. ഈ നിങ്ങൾക്ക് കേരളത്തിൽ അങ്ങനെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം ഉണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഇഞ്ചോടിഞ്ച് രാഹുലിന് ശക്തമായി മറുപടി പറയുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ടോ? അത് രണ്ട് അല്ലല്ല, രാഹുലിനെ പോലെ മോദിക്ക് കൃത്യമായി മറുപടി പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലുണ്ടോ? തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലേക്കാണ്. എന്താണ്? അതുകൊണ്ട് തന്നെ BJP-യെ പുറത്താക്കാൻ കെൽപ്പുള്ള കോൺഗ്രസിന്റെ കൂടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നിൽക്കും. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഒരുപാട് ധ്രുവീകരണമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു. നിങ്ങൾ എന്താ എവിടെ വോട്ട് ചെയ്ത കാര്യം പറയുന്നത്? ഇയാൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് വെച്ചാൽ ശ്രീ കൃഷ്ണദാസ് അങ്ങയുടെ ചോദ്യം കേട്ടു. അങ്ങയുടെ ചോദ്യം കേട്ടു. അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹം പറയുന്നില്ല.
പറയുന്നില്ല. അല്ല, ഒരു സെക്കൻഡ്. ഇവിടെ- ശ്രീ ഷംസുദ്ദീൻ മൂന്ന് അല്ല, ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നതിന് ഉയരുന്നത്. മറുപടി അല്ല, ഒരു ആയിരിക്കും സെക്കൻഡ്. ശ്രീ ഷംസുദ്ദീൻ ഞാൻ മൂന്ന് പറയാം. ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഒന്ന് എന്റെ ചോദ്യം, ഇവിടെ രാഹുൽ മറുപടി പറയുന്നത് പോലെ അങ്ങേക്ക് ഇതേപോലെ വിശ്വസിക്കാൻ കഴിയുന്ന മോദി വിരുദ്ധത പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാമോ? അടുത്ത രണ്ട് ചോദ്യങ്ങൾ ശ്രീ കൃഷ്ണദാസിൻ്റെതാണ്. ഒന്ന്, ഈ പറയുന്ന വെങ്കയ്യ നായിഡുവിനെതിരെ വോട്ട് ചെയ്യാൻ എന്തുകൊണ്ട്? രണ്ട്, ശ്രീ ജെ ആർ പറഞ്ഞത് കേട്ടല്ലോ, മുത്തലാഖിന്റെ കാര്യത്തിൽ അവരെ സംരക്ഷിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷം കേരളത്തിൽ മോദിക്ക് വോട്ട് ചെയ്യുന്നത് എന്ന്. നിങ്ങളുടെ ആൾ എന്തിനാണ് ഈ പറയുന്ന ഒരു സൽക്കാര പരിപാടിക്ക് പോയത് വോട്ട് ചെയ്യാതെ? ഇതിന് മൂന്നിനുള്ള മറുപടി കാര്യം പറയൂ. ഒരു മിനിറ്റ്, ഇതെല്ലാം നമ്മൾ കൃത്യമായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഒന്ന് ഞാൻ പറയാം, ഈ വൈസ് പ്രസിഡന്റ് ഇലക്ഷന് വോട്ട് ചെയ്യുന്നതിന് പോകുമ്പോൾ ഞങ്ങളുടെ 2 MP-മാർ വിമാനം വൈകി എത്താൻ കഴിഞ്ഞില്ല. അവർ ഡൽഹിയിൽ എത്തിയപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി. ഞാൻ ചോദിക്കട്ടെ, ആ 2 വോട്ട് കൊണ്ട് ജയം തോൽവിയും തീരുമാനിച്ചു. പക്ഷേ അല്ല, അതുകൊണ്ടല്ല ഞങ്ങൾ പോകാതിരുന്നിട്ടില്ല. വിമാനം വൈകുന്നത് അവരുടെ കുറ്റമാണോ? 2, പിന്നെ വേറെ ഒന്ന് പറയട്ടെ, ശ്രീ ഷംസുദ്ദീൻ മുത്തലാഖിന്റെ കാര്യത്തിൽ മുത്തലാഖിന്റെ ബില്ലിന്റെ കാര്യത്തിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ ലീഗിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. അത് ഞങ്ങൾ ഉണ്ടാക്കിയ അറേഞ്ച്മെന്റ്. വേറെ പാർട്ടിയുടെ ഒരു അപ്പോ വിമാനം വൈകലല്ല പ്രശ്നം. അപ്പോ വിമാനം വൈകലല്ല പ്രശ്നം. ഒരു സെക്കൻഡ് ശ്രീ ഷംസുദ്ദീൻ അല്ല, ഒരു സെക്കൻഡ്. മുസ്ലിം സമുദായം സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു സെക്കൻഡ് ഷംസുദ്ദീൻ രണ്ട് ചോദ്യങ്ങൾ അങ്ങ് വഴങ്ങണം. ഷംസുദ്ദീൻ 2 ചോദ്യങ്ങൾ. ഒന്ന്, അപ്പൊ വിമാനത്തിന്റെ കേട് പറയരുത്. വിമാനത്തിന് കേടില്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടി ഉണ്ടായില്ല മുത്തലാഖിന്റെ കാര്യത്തിൽ. അപ്പോൾ വിമാനം എന്ന് പറയുന്ന ഉപാധി പോലും ഇല്ല. താല്പര്യം അത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളിൽ. ഒരു സെക്കൻഡ് അങ്ങ് പറഞ്ഞു, ഒരു സെക്കൻഡ് അങ്ങ് പറഞ്ഞു ഒരു സെക്കൻഡ് ഈറ്റി പ്രതികരിച്ചു എന്ന് പറഞ്ഞു. ശരി, ഒരു സെക്കൻഡ് ഈറ്റി പ്രതികരിച്ചു എന്ന് പറയുന്നു. ശരി, അല്ല, ഒരു സെക്കൻഡ് അല്ല, ഒരു സെക്കൻഡ് മലപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് 2 ലക്ഷം വോട്ടിന് ജയിക്കും. ഷംസുദ്ദീൻ ചോദ്യം ഇതാണ്. അല്ല, ഒരു സെക്കൻഡ് ഇതാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്. ലോക്സഭയിൽ ഇ.ടി. സംസാരിച്ചു. ശരി, ലോക്സഭയിൽ ഇ.ടി. സംസാരിച്ചു. ശരി, ലോക്സഭയിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷവുമില്ല. രാജ്യസഭയിൽ BJP-യെ മൂക്കോണ്ടിക്ഷ വരയ്ക്കാൻ കഴിയും. അല്ലല്ല, ഒരു സെക്കൻഡ്. ആ രൂപത്തിലാണ് അവിടുത്തെ അംഗബലത്തിന്റെ ക്രമീകരണം. അവിടെ കോൺഗ്രസിന്റെ അല്ല, ഒരു സെക്കൻഡ്. അവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി മുത്തലാഖുമായി ബന്ധപ്പെട്ട നിരാകരണ പ്രമേയം അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. രാജ്യസഭാ ഉപാധ്യക്ഷൻ വിളിച്ചു. ഉണ്ടായിരുന്നോ? നിരാകരണ പ്രമേയം അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നോ? രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ചില്ലല്ലോ. രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ചോ ഇല്ലയോ എന്നതല്ല ചോദ്യം. നിരാകരണ പ്രമേയം കോൺഗ്രസ് കൊണ്ടുവന്നു. ആന്ധ്രയിൽ നിന്നുള്ള അവരുടെ ഒരു MP കൊണ്ടുവന്നു. ആന്ധ്രയിൽ നിന്നുള്ള അവരുടെ ഒരു MP ഭാസ്കര റെഡ്ഡി എന്നോ മറ്റോ അദ്ദേഹത്തിന്റെ പേര്. അല്ലല്ലോ, ഒരു സെക്കൻഡ്. ഉപാധ്യക്ഷൻ വിളിച്ചപ്പോ എവിടെ പോയി? സംസാരിച്ചോണ്ട് ഞങ്ങൾക്ക് പറയണ്ടേ, ഈ മുത്തലാഖ് മുസ്ലിം വിരുദ്ധമല്ലല്ലോ. എല്ലാ നിയമത്തിലും മുത്തലാഖിനെ എതിർക്കുന്നത് സ്ത്രീ വിരുദ്ധ നിലപാടുള്ളതുകൊണ്ടാണ്. ഈ കൃഷ്ണദാസിന്റെ പാർട്ടി മുത്തലാഖിനെ എതിർക്കുന്നത് സ്ത്രീ വിരുദ്ധ നിലപാടുള്ളതുകൊണ്ടാണ്. നിരാകരണ പ്രമേയം കൊടുക്കാം. അത് പാർട്ടി നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. പക്ഷെ അത് അയാൾ ആ സമയത്ത് ആബ്സെന്റ് ആയോ ഇല്ലേ എന്നുള്ള ഇതിൽ റെലവന്റ് അല്ല. രാജ്യസഭയിൽ ഈ ബില്ല് BJP-ക്ക് പാസ്സാക്കാൻ കഴിയില്ല. കോൺഗ്രസ് അതിശക്തമായി അതിനെതിരായി നിന്നു. മറ്റു പാർട്ടികൾ അതിശക്തമായിട്ട് നിന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷങ്ങൾക്ക് എല്ലാവരും വഴങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും വഴങ്ങണം. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അല്ലല്ല, ഒരു ഇടവേളയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എല്ലാവരും ശാന്തരാവുക. തിരിച്ചു വന്ന് നമുക്ക് സമചിത്തതയോടെ അടുത്ത ഘട്ടത്തിൽ ചർച്ചയിൽ ഏർപ്പെടാം. ഇടവേള.